വർഷം 2008. പെർത്തിൽ റിക്കി പോണ്ടിങ്ങിനെ വിറപ്പിച്ച് കടന്നുപോയ 17-കാരൻ ഇശാന്ത് ശർമ്മയുടെ വേഗപ്പന്തുകൾ ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ ഇന്നും ഓർമ്മകളുടെ കടലിരമ്പം തീർക്കുന്നുണ്ട്. മാത്യു ഹെയ്ഡൻ, ആൻഡ്രൂ സൈമൺസ്, റിക്കി പോണ്ടിങ്, അന്ന് കടപുടകിയ വൻമരങ്ങളൊക്കെ ഓസീസ് ക്രിക്കറ്റ് ചരിത്രം കണ്ട ഇതിഹാസങ്ങളായിരുന്നു. വൈഭവ് സൂര്യവംശി എന്ന ബീഹാറുകാരൻ അന്ന് ജനിച്ചിട്ട് പോലുമില്ല. അതായത് വൈഭവിന്റെ വയസ്സിനേക്കാൾ പ്രായമുണ്ട് ഇശാന്തിന്റെ കരിയറിന് എന്ന്. ഇന്നലെ ജയ്പൂരിൽ 4-ാം ഓവർ എറിയാൻ ഇശാന്ത് ശർമ്മ എത്തുമ്പോൾ 14-കാരൻ വൈഭവിന്റെ മനസ്സിൽ എന്തൊക്കെയാവും മിന്നിമറഞ്ഞിട്ടുണ്ടാവുക? ക്രിക്കറ്റിന്റെ ആകാശലോകത്തേക്ക് പറന്നു തുടങ്ങുമ്പോൾ ആരാധ്യ പുരുഷന്മാർക്കൊപ്പം കണ്ടുപരിചയിച്ചൊരു മുഖമാണ് ബോളിംഗ് എൻഡിൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും അനുഭവ സമ്പത്തിന്റെ കാര്യത്തിൽ തന്നെക്കാൾ കാതങ്ങൾ ദൂരത്താണ് അയാൾ. 150 കിലോമീറ്റർ വേഗത്തിൽ എതിരാളികൾക്കൊന്ന് തൊടാൻ പോലുമാകാതെ അയാളുടെ കൈകളിൽ നിന്ന് പന്ത് വാങ്ങിയിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ബഹുമാനമൊന്നും ഇശാന്തിന് കൊടുക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു വൈഭവ്. ഇശാന്തിന്റെ ആദ്യ പന്ത് ഡീപ് സ്ക്വയർ ലെഗിലൂടെ നിലം തൊടാതെ അതിർത്തി കടന്നു. അടുത്ത പന്ത് ഡീപ് മിഡ് വിക്കറ്റിന്റെ മുകളിലൂടെ ഗാലറിയിലേക്ക് പറന്നിറങ്ങി. പിന്നെ ഒരു സ്ലോ ബോൾ കൊണ്ട് ഇശാന്ത് വൈഭവിനെ പരീക്ഷിച്ചു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 3-ാം പന്ത് ലോങ് ഓണിലൂടെ ബൗണ്ടറി തൊട്ടു. 5-ാം പന്ത് തേർഡ് മാനിലൂടെ ഗാലറിയിലേക്ക്. 6-ാം പന്തും അതിർത്തി കടത്തിയ വൈഭവ് ആ ഓവറിൽ മാത്രം അടിച്ചെടുത്തത് 26 റൺസാണ്. സിറാജിന്റെ 3-ാം ഓവർ പൂർത്തിയാകുമ്പോൾ 32 റൺസാണ് രാജസ്ഥാൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നതെങ്കിൽ 4-ാം ഓവർ പൂർത്തിയാകുമ്പോൾ ഒറ്റ കുതിപ്പിനത് 60-ലെത്തി. ഫിയർലെസ് ക്രിക്കറ്റിന്റെ അതിശയക്കാഴ്ചയ്ക്ക് സാക്ഷിയാവുകയായിരുന്നു പിന്നെ ജയ്പൂർ. മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിൽ ലോങ് ഓണിന് മുകളിലൂടെ പാഞ്ഞ ആ പടുകൂറ്റൻ സിക്സർ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് ഇശാന്തിന്റെ ഓവർ പൂർത്തിയായപ്പോഴാണ്. വൈഭവിനെ വീഴ്ത്താൻ റാഷിദ് ഖാൻ ആവനാഴിയിൽ നിന്ന് വാഷിംഗ്ടൺ സുന്ദറിനെ പുറത്തെടുത്തു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ സുന്ദറിനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം അയാൾ ചില നേരത്ത് എത്ര അപകടകാരിയാണെന്ന്. എന്നാൽ ഇതൊന്നും വൈഭവിന് പരിഗണനാ വിഷയമേ ആയിരുന്നില്ല. ആ ഓവറിൽ തുടരെ 2 സിക്സും 1 ഫോറും. 5-ാം ഓവർ പൂർത്തിയാകുമ്പോൾ 17 പന്തിൽ വൈഭവ് അർദ്ധ സെഞ്ചുറികൾ തൊട്ടിരുന്നു. പിന്നെ എല്ലാം വേഗത്തിലായി. കൃത്യമായി പറഞ്ഞാൽ വെറും 10 മിനിറ്റ്. കരീം ജന്നത്ത്. രാജസ്ഥാൻ ഗുജറാത്ത് മത്സരത്തിന് മുമ്പ് ക്രിക്കറ്റ് ആരാധകർ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ പരതിയത് ആ പേരാകും. ക്രിക്കറ്റ് ലോകത്തെ കൈവെള്ളകിലാക്കാൻ അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഒരു ഓൾറൗണ്ടർ. അതിശയോക്തി നിറഞ്ഞ തലവാചകങ്ങൾ പലതും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്നു. പക്ഷേ അവയ്ക്കൊക്കെ ഒറ്റ ഓവറിന്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ജന്നത്തിന്റെ ആദ്യ പന്ത് ഒറ്റ ഫ്ലിക്കിൽ ഡീപ് സ്ക്വയർ ലെഗിലൂടെ ഗാലറിയിൽ എത്തിച്ച് വൈഭവിന്റെ വാം വെൽക്കം. ആ ഓവറിൽ ഒറ്റ പന്ത് പോലും പിന്നെ അതിർത്തി കടക്കാതെ പോയിട്ടില്ല. 3 പടുകൂറ്റൻ സിക്സറുകളും 3 ബൗണ്ടറികളും. IPL-ൽ ജന്നത്തെറിഞ്ഞ ആദ്യ ഓവറിൽ പിറന്നത് 30 റൺസ്. ഒരിക്കലും മുടങ്ങാത്തൊരു മുറിപ്പാടായി അത് അയാളുടെ കരിയറിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് തീർച്ച. സെഞ്ചുറിയിലേക്ക് പിന്നെ കാത്തിരിക്കാനൊന്നും ഒരുക്കമായിരുന്നില്ല വൈഭവ്. സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും പ്രതിഭാധനായ സ്പിന്നർമാരിൽ ഒരാളായ റാഷിദ് ഖാനാണ് ബോളിംഗ് എൻഡിൽ. ആ ഓവറിൽ നേരിട്ട ആദ്യ പന്തിനെ തന്നെ ഗാലറിയിൽ എത്തിച്ച് വൈഭവ് 3 അക്കം തൊട്ടു. ഡഗൌട്ടിലായിരുന്ന രാഹുൽ ദ്രാവിഡ് താൻ വീൽ ചെയറിലാണ് എന്ന കാര്യം പോലും മറന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ജയ്പൂരിൽ ആ മഹാവിസ്മയത്തിന് ഇമയടക്കാതെ സാക്ഷിയായ ഗാലറി ഒടുന്നനെ പൊട്ടിത്തെറിച്ചു. കമന്ററി ബോക്സിൽ നിന്ന് രവിശാസ്ത്രിയുടെ ശബ്ദം ഇടമുറിയാതെ ഒഴുകി. എ 14-year-old boy who sets the pink city alight. അരങ്ങേറ്റത്തിൽ 34 റൺസുമായി മടങ്ങുമ്പോൾ വൈഭവിന്റെ കണ്ണ് നിറഞ്ഞത് അയാൾ സ്വപ്നം കണ്ടത് എത്തിപ്പിടിക്കാനായില്ല എന്ന തോന്നലിൽ നിന്നാവണം. ഒറ്റ കളിക്കിപ്പുറം അയാളിതാ താൻ ലക്ഷ്യം വെച്ച ദൂരങ്ങളിലേക്ക് പന്ത് വായിച്ചു തുടങ്ങിയിരിക്കുന്നു. 10-ാം വയസ്സിൽ ക്രിക്കറ്റിന്റെ ആകാശലോകങ്ങളെ സ്വപ്നം കണ്ടു തുടങ്ങിയ പ്രതിഭകളെ എങ്ങുമെത്തില്ലെന്ന നിരാശാബോധം നിങ്ങളെ വല്ലാതെ പിടികൂടി തുടങ്ങിയിട്ടുണ്ടോ? ജയ്പൂരിലെ ഈ ഒരൊറ്റ ഇന്നിങ്സ് ആവർത്തിച്ച് കാണുക. അത് നിങ്ങളുടെ ഉള്ളിലെ കടലിനെ ഊതിക്കത്തിച്ചുകൊണ്ടിരിക്കും. 2017-ൽ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന്റെ ജേഴ്സി കണിഞ്ഞ് ഗാലറിയിൽ അച്ഛന്റെ തോളിലിരിക്കുന്ന ഒരു 6 വയസ്സുകാരൻ പയ്യൻ. 8 വർഷങ്ങൾക്കിപ്പുറം അവൻ ഈ ഗാലറികളിലേക്ക് തുടരെ സിക്സറുകൾ പായിക്കുമെന്ന് ആരെങ്കിലും കരുതി കാണുമോ? IPL ചരിത്രത്തിലെ റെക്കോർഡുകൾ പലതും കടപുടക്കിയാണ് വൈഭവ് ഇന്നലെ തന്റെ ഇന്നിങ്സിന് അടിവരയിട്ടത്. IPL-ൽ എന്നല്ല T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. IPL-ലെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറി. IPL-ൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. അങ്ങനെ നീണ്ടു പോകുന്നു അത്. വൈഭവ് അടിച്ചെടുത്ത 101 റൺസിൽ 94 പിറന്നത് ബൗണ്ടറികളിൽ നിന്നായിരുന്നു. ആദ്യ പന്തിനെ തന്നെ ഗാലറിയിൽ എത്തിച്ച് ടോപ്പ് ഗിയറിലാവുക, പിന്നെ ഫിയർലെസ് ആയി ക്രീസിൽ തുടരുക. സിമ്പിളാണ് വൈഭവിന്റെ ക്രിക്കറ്റ് ഫിലോസഫി. പക്ഷേ അത് മൈതാനത്ത് നടപ്പിലാക്കൽ അത്ര സിമ്പിൾ അല്ല. അനുഭവ സമ്പത്തേറെയുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ചിലതാണ്
വൈഭവിന്റെ ബാറ്റിൽ നിന്ന് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ദിവസങ്ങൾക്ക് മുമ്പാണ് വൈഭവിന് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗിന്റെ മുന്നറിയിപ്പ് എത്തിയത്. IPL അരങ്ങേറ്റത്തിൽ വിസ്മയങ്ങളായ പലരും ഇപ്പോൾ ചിത്രത്തിൽ പോലുമില്ല. കോടിപതിയായി എന്നതിന്റെ ആവേശം കരിയർ തുലക്കാതിരുന്നാൽ നല്ലത്. കുറച്ച് മത്സരങ്ങൾ കൊണ്ട് ക്രിക്കറ്റ് ലോകം കീഴടക്കിയെന്ന് ആരും കരുതരുത്. 20 വർഷമെങ്കിലും മൈതാനത്തുണ്ടാകുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. വിരാട് കോഹ്ലിയെ പോലുള്ളവരെ മാതൃകയാക്കുക. ഇങ്ങനെ പോയി വീരുവിന്റെ ഉപദേശങ്ങൾ. വൈഭവ് ഇതൊക്കെ കണ്ടും കേട്ടും ഇവിടെയൊക്കെ തന്നെയുണ്ട്. 12ാം വയസ്സിൽ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം, രഞ്ജിയിലെ വിസ്മയ പ്രകടനങ്ങൾ. നവംബറിൽ ഓസ്ട്രേലിയൻ അണ്ടർ-19 ടീമിനെതിരെ 58 പന്തിൽ സെഞ്ചുറി. 14ാം വയസ്സിൽ IPLിലേക്ക്. വൈഭവിന്റെ ഇന്നിങ്സുകൾ പോലെ തന്നെ അതിവേഗമാണ് അയാളുടെ കരിയർ ഗ്രാഫും സഞ്ചരിക്കുന്നത്. വീണു പോകാതെ ഈ കുഞ്ഞിനെ കാത്തോളണേ എന്നാവും ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ പ്രാർത്ഥന മുഴുവൻ. അനധിവിദൂര ഭാവിയിൽ തന്നെ അയാളെ രാജ്യത്തിന്റെ നീലക്കുപ്പായത്തിൽ കാണാമെന്ന പ്രത്യാശയിലാണവർ.